നമ്മളെ വീഡിയോ കാണുന്നവർ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പുതിയതായിട്ട് വന്നിട്ടുള്ളവരാണെങ്കിൽ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇന്നിപ്പോൾ എടുത്തിരിക്കുന്ന വെള്ള നെത്തോലിയാണ്. നമ്മളെ വീട്ടിൽ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ വരുമ്പോഴത്തേക്ക് ഇപ്പോൾ മീൻകറിയൊക്കെ നമ്മൾ വെക്കുമല്ലോ, വറുത്തരച്ചും അതുപോലെ വറുത്തരയ്ക്കുക അതൊക്കെ വെക്കും. ഇപ്പോൾ വറുത്തരച്ച് നമ്മൾ മീൻകറി വെക്കുകയാണെങ്കിൽ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു പിടി ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. നല്ല അടിപൊളി മണവും നല്ല സൂപ്പർ ടേസ്റ്റുമാണ് കേട്ടോ. ഈ ഒരു കറി ഒന്ന് വെച്ച് നോക്കിയിട്ട് ഏതെങ്കിലും ഒരു വീഡിയോയിൽ വന്ന് കമൻറ്റ് ഇടാനായിട്ട് മറക്കല്ലേ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു പിടി ചെറിയുള്ളി ഇട്ട് അതിൻ്റെ കൂടെ കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കുറച്ച് തേങ്ങയും കുറച്ച് പച്ച ഉലുവയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് അതിനൊന്ന് മൂത്തെടുത്തതിന് ശേഷം എരിവില്ലാത്ത മുളക് പൊടി 2 സ്പൂണ്, മഞ്ഞൾപ്പൊടി, കുരുമുളകിൻ്റെ പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം ചെറിയ ജാറിലിട്ടിട്ട് വേണം കേട്ടോ ഒന്ന് അരച്ചെടുക്കാനായിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ പുളി ചേർക്കാനായിട്ട് വിട്ടു പോകരുത്. കഴിഞ്ഞ ദിവസം ഞാനൊരു തീയൽ വെക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൽ പുളിവെള്ളം ചേർത്തില്ലെന്ന് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പുളിവെള്ളം ചേർത്ത് ഞാൻ പറയാനായിട്ട് വിട്ടുപോയതായിരുന്നു കേട്ടോ. പിന്നെ കുരുമുളകിൻ്റെ പൊടിയൊക്കെ ഞാൻ അതിനും ഇതിനും ഒക്കെ ചേർക്കുന്നുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടെ എരിവുള്ള പൊടിയൊന്നും ഞാൻ പൊടിച്ച് വെച്ചിട്ടില്ല. ഞങ്ങൾ എരിവില്ലാത്ത മുളക് പൊടിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഒഴിച്ച് കൊടുത്ത് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം വേണം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാനായിട്ട്. നന്നായിട്ട് തിളച്ച് വന്ന് വെള്ള നെത്തോലി 2 സൈസ് നെത്തോലി ഉണ്ട് നമുക്ക് കിട്ടിയത്. വെള്ള നെത്തോലിയാണ്. നമ്മളെ വീട്ടിൽ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നല്ല വെറൈറ്റി ആയിട്ടൊക്കെ നല്ല മണമുള്ള നല്ല സൂപ്പറായിട്ട് നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ വെച്ച് കൊടുക്കണമെന്നൊക്കെ നമുക്ക് തോന്നുമല്ലോ. അപ്പോൾ ഈ രീതിയിലൊന്ന് വെച്ചിട്ട് നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു മീൻ കിട്ടുമ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇപ്പം നമ്മളെ ആവശ്യത്തിനാണെങ്കിലും ഒന്ന് വെച്ച് കഴിച്ച് നോക്കിയിട്ട് മറ്റുള്ളവർക്കൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാനായിട്ടൊക്കെ നോക്കുക. ഇതിനിടയ്ക്ക് കുറച്ച് മീനാണെങ്കിൽ ഞാൻ എടുത്ത് മാറ്റി മക്കൾക്ക് വറുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ വറ്റിച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്, നല്ല കുഴമ്പ് പരുവത്തിന്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ല്. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ രാത്രിയിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ചൂട് നല്ല മീൻകറിയും ചോറും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല്. അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും വിട്ടുപോകരുത്.